എഡ്യൂക്കേഷണലി, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പൂവറായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ അന്ന് 22 സംസ്ഥാനങ്ങളുള്ളത്. ആ 22 സംസ്ഥാനങ്ങളിലും ഓരോ ഗ്രാമീണ സർവകലാശാല, അതായത് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അത് രാധാകൃഷ്ണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ പ്രസിഡന്റല്ലേ നമ്മളെ പ്രസിഡന്റ് അദ്ദേഹം കമ്മീഷനായിട്ടുള്ള അതിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ അതിൻ്റെ കാലഘട്ടം എത്ര എഴുതിയിട്ടുണ്ടോ? 2 പഞ്ചവത്സര പദ്ധതി കാലങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് അല്ലേ? ആ 2 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ അവർ വൈൻഡപ്പ് ചെയ്ത് പോകും. ഈ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതോട് കൂടിയിട്ട് ഒന്നല്ലെങ്കിൽ അതായത് സ്റ്റേറ്റിനെ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഇത് 63 സ്റ്റാർട്ട് ചെയ്തു, 73 വൈൻഡപ്പ് ചെയ്യണം. 10 വർഷത്തെ കാലാവധി ഉണ്ട്. അങ്ങനെ നീട്ടി പോയിട്ട് 6/11/75 വൈൻഡപ്പ് ചെയ്തു. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തപ്പോൾ ഈ സർപ്ലസ് സ്റ്റാഫ് ഉണ്ടല്ലോ, അതായത് ഇവിടെ 4 തരം ഫാക്കൽറ്റിയാണ്, 5 തരം കോഴ്സസാണ് ആ സമയത്ത്. 4, അതായത് ഒന്ന് പ്രിപ്പറേറ്ററി വിച്ച് ഈസ് ഇക്വലന്റ് ടു പ്രീ ഡിഗ്രി, അതിൻ്റെ ഫീഡർ കോഴ്സാണ് DRS, ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു ഫാക്കൽറ്റിയാണ്. എനിക്ക് അറിയാത്തതിൻ്റെ പിന്നെ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, പഠിപ്പിക്കല്ലേ. പിന്നെ DCRE, ഡിപ്ലോമ ഇൻ സിവിൽ റൂറൽ എഞ്ചിനീയറിംഗ് വിച്ച് ഈസ് ഇക്വലന്റ് ടു പോളിടെക്നിക്, 3 years കോഴ്സ്. മറ്റേ 2 years and 3 years. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അഗ്രികൾച്ചർ സയൻസ്, അത് 2 years. അതാണ് ഇപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റർമാരൊക്കെ ഉണ്ടല്ലോ, മുഴുവൻ ആൾക്കാരും അതാണ്. പിന്നെ വേറെ ഒരു കോഴ്സും കൂടി ഉണ്ട്, 1 year കോഴ്സ് ഉണ്ടായിരുന്നു, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതായിരുന്നു. SITC എന്ന് പറയും, സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ട്രെയിനിങ് കോഴ്സ്. നമ്മളിപ്പോൾ ഹെൽത്ത് അസിസ്റ്റൻ്റ് ഒക്കെ ഇല്ലേ, വളരെ നല്ല യൂസ്ഫുൾ കോഴ്സായിരുന്നു. അന്ന് ഒരു കാര്യം കൂടി അവരിവിടെ ചെയ്തിരുന്നു. ഇവിടെ മിക്ക വീട്ടുകളിലും അങ്ങനെ പിന്നാക്കളുള്ള പ്രദേശമെന്ന് പറഞ്ഞില്ലേ, കക്കൂസ് ഉണ്ടാവില്ല മിക്ക വീട്ടിലും. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു നിസ്സാര പൈസ. പക്ഷെ അത് കമ്പി അല്ല എന്ന് മാത്രം. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പി ഇല്ലായിരുന്നു. ഞാൻ അത് പൊളിച്ചപ്പോൾ അതിൻ്റെ ഇത് കയറിയിട്ട് പൊളിച്ചിട്ട് വലിയ ചരല്. ഞാൻ പറഞ്ഞു എന്ത് പരിപാടിയാണ്. ഒരു ബൗള് നേരെ നടുവിൽ വെക്കുക, അല്ലാതെ പൈപ്പൊന്നും ഇട്ടിട്ട് പോകണമല്ല, ആ ബൗളിൽ ഒഴിക്കുക. അത് സ്ട്രോങ് ആണ്, പക്ഷെ ആ JCB കയറിയ കാരണമാണ് അവിടെ പൊട്ടിയത്. അവിടെ ഇവിടെയൊക്കെ തന്നെ. കാരണം അപ്പോൾ അത് അവർ തന്നെ സ്റ്റാഫൊക്കെ വരും. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നല്ലേ, ഇപ്പോൾ ഒരു ജോയ് എമാനുവൽ എന്നുണ്ട്, പ്രൊഫസർ കെമിസ്ട്രീൻ്റെ, ഫിസിക്സിൻ്റെ. പിന്നെ ഒരു ND തോമസ്, ഈസ്റ്റോമോ ഫിസിൻ്റെ ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അത് വൈൻഡപ്പ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വന്നത്. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പേരെന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് UP ജനാർദ്ദനൻ. ഏത് വർഷം അവിടെ പഠിച്ചപ്പോൾ? ഞാൻ 67-69. എന്നിട്ട് പിന്നെ സർവീസ് എവിടെ? അത് പിന്നെ അപ്പം തന്നെ ദൈവം സഹായിച്ചിട്ട് 2 മാർക്കും തോറ്റു. ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണ്, പരിജ്ഞാനമൊന്നുമില്ല. എന്നിരുന്നാലും കൂടി പിന്നെ 31/7/1970 ഞാൻ അവിടെ തന്നെ ജോലിക്ക്. അതെന്തായിട്ട് കയറി? അപ്പോൾ ലാബ് അറ്റൻഡർ. അതായത് 65 റുപ്യ ശിവായിക്ക് ബേസിക്, 75 റുപ്യ അറ്റൻഡർക്ക്. ലാബ് അറ്റൻഡർക്ക് 85, ക്ലർക്കിന് 90. ഇതാണ് അന്നത്തെ പാറ്റേൺ. അതിൽ 85 കയറിയാളാണ്. പിന്നെ ഞാൻ വൈൻഡപ്പ് ഇവിടുന്ന് എന്നെ മറ്റേ കോളേജ് എഡ്യൂക്കേഷനിൽ അബ്സോർബ് ചെയ്തു. ഫസ്റ്റ് ഞാൻ തലശ്ശേരി പെണ്ണുകുളയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് കാസർഗോഡ് ആയിട്ടില്ല, എപ്പോഴത്തെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കാലിക്കറ്റ്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, ഇത്തരം ജില്ലകളിൽ ഞാൻ അധികം പ്രൈവറ്റ് കോളേജിൻ്റെ ഓഡിറ്റിലായിരുന്നു. പ്രൈവറ്റ് കോളേജിൻ്റെ കോളേജ് എഡ്യൂക്കേഷൻ്റെ കോളേജ് എഡ്യൂക്കേഷൻ. പിന്നെ അതിലിടയ്ക്ക് ഗവൺമെൻറ് കോളേജിലൊക്കെ ഉണ്ട് ചുറ്റൂരും. കോട്ടയം ഉണ്ടായിരുന്നു. കോട്ടയം ഒരു 1.5 മാസം തൊട്ട് കോട്ടയുണ്ട്. ആദ്യം ഇവിടുന്ന് പോയത് തലശ്ശേരി പെണ്ണുകോളയാണ്. അവിടുന്ന് പട്ടാമ്പി സംസ്കൃതം, പട്ടാമ്പി സംസ്കൃതം കോഴിക്കോട് മീൻചന്ത. മീൻചന്തയിൽ നിന്ന് തിരൂർ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യത്തെ ആൾ ഞാൻ TMG കോളേജ് എന്നത്. നിങ്ങളെ സ്ഥലം എവിടെയെന്ന് ഒന്നും പറയും? ഞാൻ മലപ്പുറമാണ്. മലപ്പുറം കോട്ടപ്പടി തന്നെ ടൗണ്, പൈത്തിനിപ്പറമ്പ്.
ഞങ്ങളെ പഴയ സ്ഥാപനമായിരുന്നു അത് കോളേജ്. ആ ഏത് ഇപ്പോഴത്തെ DE ഓഫീസൊക്കെ ഉണ്ടായിരുന്നില്ല, ആ അതായിരുന്നു കോളേജിൻ്റെ. ആ അതിപ്പം മേളിൽ കളക്ട്രേറ്റിനകത്ത്. അതെ അതെ, നമ്മൾ സിവിൽ സ്റ്റേഷൻ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ അതായിരുന്നു ഇപ്പോഴും നന്നായിരുന്നതെന്ന് പറയാം. അങ്ങനെ പറയരുത്, അത് 10 വർഷത്തേക്കല്ലേ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് വേറെ ഇത് വേണ്ടേ? യൂസ്ഫുൾ ആയിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. ആ അതെ, അത് അന്ന് റൂറൽ മാറി, പിന്നെ ഇത് ഡെവലപ്പായി. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അത് മാറണമല്ലോ. 110 സിസ്റ്റം, 110 സിസ്റ്റം, 110 സിസ്റ്റം. തവനൂർ മനക്കാർ തവനൂർ മനക്കാരല്ല, ആ അത് ഇവിടുന്ന് കുറേയൊക്കെ തവനൂർ മാനേജർ. ആ അന്ന് നമ്പൂരിമാർക്കുള്ള ഈ സ്ഥലങ്ങളൊക്കെ സ്വത്തുകൾ. ആ കാരണം മറ്റേ എന്താണ് ഒഴിമുറിയ വലിയ വാസ്തു. അല്ല, പരശുരാമൻ 64 കരകളായിട്ട് ബ്രാഹ്മണമാർക്കാണല്ലോ മൊത്തം വിതരണം. അപ്പൊ അവര് വിളിച്ചു കൊണ്ടുവന്നതാണ് രാജാക്കന്മാർ. നിങ്ങൾ എവിടെ പഠിച്ചിരുന്നത്? എന്താ കഴിഞ്ഞ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. എഞ്ചിനീയറിംഗ് ഏതായിരുന്നു? എലക്ട്രിക്കൽ. ഞാൻ പിന്നെ പ്രീ-ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രീ-ഡിഗ്രി എഴുതി, മറ്റേ എഴുതി. ഡിഗ്രി PG ഒക്കെ പ്രൈവറ്റായിട്ട് മൈസൂർ യൂണിവേഴ്സിറ്റി. കാരണം അപ്പോഴേക്കും ഇവിടെ ജോലിയൊക്കെ ആയപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പോഴും സർവീസ് കൺസൾട്ടൻസിൻ്റെ പൈസ വാങ്ങില്ല, സർവീസ് ഏതിൻ്റെ മറ്റേ സ്റ്റേറ്റ് സർവീസിൻ്റെ കൺസൾട്ടൻസി, പ്രത്യേകിച്ച് അത് KSR-ആണ്. പക്ഷേ ക്ലാസ് എടുക്കാൻ പോയാൽ പൈസ വാങ്ങും. അതിനുണ്ട് ഗവൺമെൻറ് പൈസ ഉണ്ട്. പെർ അവർ 1000 റുപ്പീസാണ്. ശരി, ഞാൻ പാലായിലൊക്കെ വന്നിട്ടുണ്ട്. പാലായിൽ ഭരണങ്ങാനല്ലേ, അവിടെ വന്നിട്ട് ക്ലാസ് എടുത്തു. കാഞ്ഞങ്ങാട്, കണ്ണൂർ, വയനാട്, മറ്റേ കൽപ്പറ്റ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഏതായാലും സാറിൻ്റെ പേരൊന്നും കൂടെ പറഞ്ഞിട്ട് മൊബൈൽ നമ്പറുകളൊന്നും പറഞ്ഞു. UP ജനാർദ്ദനൻ. മൊബൈൽ നമ്പർ 9447197647. അല്ലെങ്കിൽ 9495586077 എന്ന് പറഞ്ഞില്ലേ, 9447197647. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കും. ആയിക്കോട്ടെ, ഞാൻ ഇത് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം.